പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹതീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. കൃത്യസമയത്ത് തന്നെ ഓരോ ഏടാകൂടങ്ങൾ വന്ന് കയറിക്കോളും. ഞങ്ങളെല്ലാവരും കൂടി വന്ന് നിങ്ങളെ യാത്ര അയക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി. എല്ലാരും കൂടി വന്ന് യാത്രയാക്കാൻ ഞങ്ങൾ മലേഷ്യയിലെ സ്ഥിരതാമസത്തിനൊന്നും പോവല്ലോ മുത്തശ്ശി. 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരില്ലേ? അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ദൂരയാത്ര പോകുമ്പോ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് യാത്രയാക്കിയാലേ യാത്ര ശുഭമാവുള്ളൂ എന്നാ അമ്മയുടെ വിശ്വാസം. അതിന്റെ ഒന്നും കാര്യമില്ല മുത്തശ്ശി. ഞങ്ങൾ എന്തായാലും അവിടെ പോയി അടിച്ചു പൊളിക്കാൻ പോവുക. അപ്പൊ എല്ലാം നല്ലതായിട്ടല്ലേ വരൂ. മുത്തശ്ശിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി ഞങ്ങൾക്ക്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഡോക്ടറെ? എന്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണല്ലോ. അതിന്റെ ഗുണമാ ഇപ്പോഴെങ്കിലും ഈ യാത്ര തരപ്പെട്ട് കിട്ടിയതെന്ന് കൂട്ടിക്കോ. അല്ല, മോളെവിടെ? അവള് റെഡിയായി കഴിഞ്ഞില്ലേ ഇതുവരെ? മാളു മമ്മിയായിട്ട് ഫോണിൽ സംസാരിക്കുക. ഉപദേശത്തിന് എന്റെ ടീച്ചർ ഒട്ടും പിന്നിലല്ലോ. ഞാൻ കരുതി ടീച്ചറും കൂടി ഇങ്ങോട്ട് വരുമെന്ന്. നിങ്ങൾ പോകുന്ന ദിവസമായിട്ട് ഇന്നിവിടെ കൂടാന്ന് ഞാനും മുരളിയേട്ടനും കുറെ നിർബന്ധിക്കുകയും ചെയ്തു. ആ എങ്കിൽ ഒരു സംശയവും വേണ്ട, ടീച്ചർ വരാതെ മുങ്ങിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആന്റി അങ്കിളും മമ്മി ഇവിടെ പിടിച്ച് നിർത്തിക്കളയൊന്ന് പേടിച്ചിട്ടാവും പാവും. എന്നാലും ടീച്ചറിന് ഇത്ര പിടിവാശി പാടില്ലായിരുന്നു ഡോക്ടറെ. നിങ്ങൾ പോയിട്ട് വരുന്നത് വരെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ടെന്ന് ആളാം പങ്കിട്ട് എത്ര തവണ പറഞ്ഞതാ. ഞങ്ങളെ അന്യരെ പോലെ കണ്ടിട്ടായിരിക്കുമല്ലോ ടീച്ചർ അതിന് തയ്യാറാകാതിരുന്നത്. അയ്യോ, അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി. മമ്മിയുടെ രീതി പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് മമ്മിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ടീച്ചറെ പോലെ ഒരാൾ ഇവിടെ വന്ന് കുറച്ചു ദിവസം താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാന്? മാത്രമല്ല ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമല്ലേ. ആ ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചറിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞല്ലോ എന്നോർത്ത് സമാധാനിക്കാം. പോട്ടെ അമ്മേ, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞ് കുട്ടികളെ മൂഡ് ഓഫ് ആക്കണ്ട. ആ ടാക്സി വന്നു തോന്നുന്നു. ഞാൻ മാളുവിനെ വിളിക്കാവേ. മാളു, മാളു, ആ നിന്റെ ഫോൺ വിളി ഇതുവരെ കഴിഞ്ഞില്ലേ? ടാക്സി എത്തി. ആഹാ, എന്ത് പറഞ്ഞോടോ തന്നെ ഡേസി ആന്റി? ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓ, ഒന്നും പറയാഞ്ഞിട്ടാണോ രണ്ടുപേരും കൂടി ഇത്രയും നേരം ഫോൺ ചെയ്ത് കളിച്ചത്? എന്തു പറ്റി മോളെ? നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ, ഒരു ഉഷാറില്ലല്ലോ. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. മാളുവിന് കുറച്ചു ദിവസം മുത്തശ്ശി പിരിഞ്ഞിരിക്കുന്നതിന്റെ സങ്കടം ഉണ്ടാവും. അത് പിന്നെ ഞങ്ങൾ അങ്ങനാ ഡോക്ടറെ. കാണുമ്പം കീരിയും പാമ്പും ആണേലും കുറച്ചു ദിവസം ഇവളെ കാണാതിരുന്ന മനസ്സിനൊരു സങ്കട. അമ്മ പോയിട്ട് വാട്ടോ. ദേ അവിടെ ചെന്നാ ഉടനെ വിളിക്കണം. ആ വിളിക്കാം മുത്തശ്ശി. എന്നാ പിന്നെ നേരം വൈകണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. മിക്കവാറും മുരളിയേട്ടൻ നിങ്ങളെ യാത്ര അയക്കാൻ എയർപോർട്ടിലുണ്ടാവും. ധൃതി പിടിച്ച് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശി. ശരി.
ശരി അമ്മ, ശരി മോളെ. പോയിട്ട് വരാം. കേറാം. ശരി ആൻറ്റി. ആ മുത്തശ്ശി ബൈ. എന്താടോ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, പിന്നെന്താ ആലോചിക്കുന്നത്? നമുക്ക് എത്ര മണിക്കാ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്? 7 മണിക്ക്. നമ്മൾ ഒരുപാട് നേരത്തെയാ. എങ്കിൽ നമുക്ക് അപ്പുന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോയാലോ? സമയം ഉണ്ടാവില്ലേ? അല്ലടോ, താൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എനിക്ക് ആന്റിയോടും ബി.പി. അങ്കിളിനോടും അപ്പുനോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിൽ പിന്നെ താനത് നേരത്തെ പറയാത്തെന്താ? എനിക്കും അവരോടൊന്ന് യാത്ര പറയണമായിരുന്നു. ചേട്ടാ, ദേ അവിടുന്നേ ആ യു-ടേൺ എടുത്തോ, ഒരു വീട്ടിൽ കയറാനുണ്ട്. പെട്ടെന്നെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ? അപ്പുനെ ഒന്ന് കാണണം. പിന്നെ ഡെയ്സി ആന്റിയോട് ഞാൻ ചെയ്തൊരു തെറ്റ് തിരുത്തവും വേണം. അതിന് മമ്മിയോട് താൻ എന്ത് തെറ്റാ ചെയ്തേ? നമ്മൾ പോയി കഴിയുമ്പോൾ അപ്പുനെ അവിടേക്ക് വിളിക്കാമെന്ന് ആന്റി പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആന്റിക്ക് അതിൽ നല്ല വിഷമമായിട്ടുണ്ടാവും. അപ്പുനെ കണ്ട് ഞാനായിട്ട് പറയാം ഡെയ്സി ആന്റിയുടെ അടുത്ത് പോയി നിൽക്കാൻ. ഞാൻ പറഞ്ഞ അപ്പു കേൾക്കും. ആന്റിക്കും അത് സന്തോഷമുള്ള കാര്യമായിരിക്കും. തനിക്ക് എന്താ പറ്റിയത്? ഏയ്, ഒന്നും പറ്റിയില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വെറുതെ ഒന്നും ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. താൻ സത്യം പറ, തന്നെ മുരളിയെങ്കിലും അശ്വതി ആന്റിയും നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത മട്ടുണ്ടല്ലോ. അച്ഛനും അമ്മയും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ആന്റി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ബി.പി. അങ്കിളുടെ കാര്യം തന്നെ മാനേജ് ചെയ്യാൻ ഗീതാന്റിക്ക് നന്നേ ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ കൂടെ അപ്പുവിന്റെ കാര്യം കൂടി ആവുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. അതേസമയം അപ്പു നമ്മുടെ വീട്ടിലാവുമ്പോഴത്തേക്കും ഡെയ്സി ആന്റിക്കും അതൊരു കൂട്ടാവും. അപ്പുവിനതൊരു ആശ്വാസമാവുകയും ചെയ്യും. അല്ല, ഇതൊക്കെ തന്നെയല്ലേ മമ്മി എന്ന് പറഞ്ഞത്? അന്ന് തന്റെ തലയിൽ ഇതൊന്നും കേറിയില്ലല്ലോ. പെട്ടെന്ന് എന്താ ഒരു ബോധോദയം? പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല. 2 ദിവസമായിട്ട് ഞാൻ ഇതേക്കുറിച്ച് ആലോചിക്കാം. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ച ഞാൻ പറയാതിരുന്നത്. അത് കൊള്ളാം. എനിക്കെന്ത് തോന്നാൻ? അപ്പു മമ്മിയോടൊപ്പം നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കുമെന്ന് തനിക്കറിയില്ലേ? അത് മാത്രമല്ല, മമ്മി തനിച്ചാണെന്നുള്ള ടെൻഷൻ ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ പോയിട്ട് വരാമല്ലോ. ഞാൻ മമ്മിയെ വിളിച്ച് മരുമോൾക്ക് നല്ല ബുദ്ധി തോന്നിയ കാര്യം പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ഡെയ്സി ആന്റി ഹാപ്പിയാവും. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. അതെന്താ? ഞാൻ ആദ്യം അപ്പുവായിട്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പു സമ്മതിക്കില്ല എന്ന് തനിക്ക് പേടിയുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ അപ്പുവായി സംസാരിച്ചിട്ട് ആന്റിയോട് പറഞ്ഞാൽ മതി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ അപ്പു സമ്മതിച്ചാലും നമുക്കിതിപ്പം ടീച്ചറോട് പറയാൻ പോണ്ട. അപ്പു അവിടെ സ്റ്റേ ചെയ്യാൻ ചെല്ലുമ്പോൾ ടീച്ചർ അറിഞ്ഞാൽ മതി. ടീച്ചർക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ചേട്ടാ, ആ ഇടത്തോട്ടുള്ള റോഡിലേക്ക് തിരിച്ചോ. ചേട്ടാ, അവിടെ നിന്ന് നേരെ. എത്ര വെള്ളവും വളവും തന്നാലും കാര്യമില്ല. തളിർക്കാനും പൂക്കാനും യോഗമില്ലല്ലോ. വെറുതെ കാഴ്ചയ്ക്ക് ഇങ്ങനെ ഇലച്ചു മൂടി കിടക്കാം, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലവരുടെ വിധി അങ്ങനെ. ഏയ്, വിഷമിക്കണ്ട കേട്ടോ. അടുത്ത ജന്മത്തില് നീ ഒരു സുന്ദരി മോളുടെ അമ്മയാവും. ഓക്കേ?
എന്താ അങ്കിള് എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഉം, എന്നാ ഞാൻ ആരാണെന്ന് പറഞ്ഞേ? മാളു മാളവിക മാളവിക മോളല്ലേ? അപ്പോ അങ്കിൾ എന്നെ മറന്നിട്ടില്ല. ഇനി ഇതാരാണെന്നറിയോ? ഒന്ന് പറഞ്ഞേ. ശരിക്കും ഒന്ന് ഓർത്തു നോക്കി. മോളുടെ ഫ്രണ്ടാ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വിജയ് പണിക്കർക്കൊപ്പം പഠിച്ച ഒരു ഡെയ്സി ഓർമ്മയുണ്ടോ? ഡെയ്സി പിന്നെ ഡെയ്സി അലക്സായി, ഡെയ്സി ടീച്ചറായി. ആ ഡെയ്സി ടീച്ചറുടെ മകനാ ഞാൻ. ആ, ഡെയ്സിയുടെ മോനാ? എനിക്കിപ്പൊ മനസ്സിലായി. ഡോക്ടറല്ലേ? ആ, കുറച്ചു ദിവസം മുമ്പേ ഡെയ്സി വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു മോൻ വലിയ ഡോക്ടറാന്ന്. പേര് പേര് ഞാൻ വിട്ടുപോയി. ജോബിൻ. ആ, മനസ്സിലായി മനസ്സിലായി, ഡോക്ടർ ജോബിൻ. അല്ല, മാളവിക മോളെ ഡോക്ടർക്ക് എങ്ങനെ അറിയാം? അല്ല, മാളുവും ജോബിനും എപ്പോ എത്തി? ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ ആന്റി. വി പി അങ്കിളിന് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. ജോബിനെ മനസ്സിലായില്ലേ വീപ്പിക്ക്? പിന്നെ നമ്മുടെ ഡെയ്സിയുടെ മോൻ ഡോക്ടർ ജോബിൻ. ഞങ്ങൾ തമ്മില് എങ്ങനെയാ പരിചയമെന്ന് ചോദിക്കായിരുന്നു അങ്കിള്. അത് കൊള്ളാം. വീപ്പി അത് മറന്നോ? ജോബിനല്ലേ മാളുവിനെ വിവാഹം കഴിച്ചത്? വിവാഹം? അപ്പൊ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു? ആ, നന്നായി നന്നായി. എന്നാലും ഡെയ്സി അക്കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? ഡെയ്സി കല്യാണം ക്ഷണിക്കാൻ ഇവിടെ വന്നത് ഓർമ്മയില്ലേ? മുരളി ഇവിടെ വന്നിരുന്നു. വീപ്പി മറന്നതാ. ആ, ചിലപ്പം മറന്നതാവും. പഴയതുപോലെ ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. മറന്നതാകാനേ വഴിയുള്ളൂ. എന്നാലും ഇവളെ എനിക്ക് നല്ല ഓർമ്മയാ. മാളു. നമ്മുടെ അപൂർവയും ഇവളും ഒരു പ്രായമല്ലേ? രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ എപ്പോഴും. പാവം നമ്മുടെ അപൂർവ മോള് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവും കുഞ്ഞുമൊക്കെ ആയി വലിയ കുട്ടിയായി നമ്മളെ കാണാൻ വന്നേനെ അല്ലടോ? അതിന് അപൂർവം ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ അങ്കിൾ. ഏയ്, അവള് പോയിട്ട് കുറേ നാളായി. ഒരു ദിവസം ഇവിടുന്ന് കോളേജിൽ പോയതാ, പിന്നെ വന്നില്ല. എവിടെയാണെന്ന് ആർക്കും അറിയൂല. ഞങ്ങൾ കുറേ തെരഞ്ഞു. പിന്നെ അതങ്ങ് പോയി. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. പാവം. വീപ്പി മതി പറഞ്ഞത്. ആ, ശരിയാ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ വാ ഗീതേ, ഇവരെ വിളിച്ചിരുത്തി നല്ല ഭക്ഷണം കൊടുക്ക്. രണ്ടുപേരും ആദ്യമായിട്ട് വന്നതല്ലേ? ദേ, ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ആ ഗീതേ, ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിട്ടാ മതി. ഓക്കെ? അതൊക്കെ ഞാൻ ചെയ്തോളാം. വീപ്പി വന്ന് കുറച്ചു നേരം കിടക്ക്. വാ. കിടക്കാനോ? അപ്പൊ ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. അങ്കിള് കുറച്ച് റെസ്റ്റ് എടുക്ക്. വാ. വേണ്ട, ഞാൻ പൊക്കോളാം. താനും ഇവരുടെ കാര്യം നോക്ക്. ഇവരുടെ രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചിട്ട് പോണം കേട്ടോ. അത്രേ ഉള്ളൂ. അങ്കിള് പോയി റെസ്റ്റ് എടുത്തു. എന്നാ ഞാൻ റെസ്റ്റ് എടുക്കാം. നിങ്ങൾ വാ, അകത്തിരിക്കാം. ഇതെന്താ അപ്പുവിനെ കുറിച്ചൊരു പുതിയ കഥ? ഇപ്പൊ കുറച്ചു ദിവസമായി വീപ്പി മൈൻഡ് അങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പു എന്ന പേരേ പറയില്ല, അപൂർവയാണ്. അപൂർവ എവിടെ ഇറങ്ങിപ്പോയെന്ന്. അപ്പു ഇവിടെ ഇല്ല ആന്റി. അപ്പു റൂമിലുണ്ട്. ചിലപ്പോൾ മയങ്ങുകയാവും. അതാ നിങ്ങൾ വന്നിട്ട് അറിയാത്തത്. നിങ്ങളിരിക്കും, ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ പോയി കണ്ടോളാം. ഞാൻ പോയിട്ട് വരാം. ജോബിനിരിക്കും. എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7:30 ആന്റി. പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകണമെന്ന് മാളുവിന് ഒരേ നിർബന്ധം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നിങ്ങൾ വരുന്നത് വരെ
ഡെയ്സി അവിടെ തനിച്ചാവുമല്ലോ. മമ്മിയെ തനിച്ചാക്കാതിരിക്കാനുള്ള വഴി നോക്കുന്നുണ്ട് ഞാൻ. ആ, ജോബിനിരിക്കേ. നീ എന്താ ഇവിടെ? എന്താ എനിക്കിവിടെ വന്നൂടെ? ഇവിടെ നിനക്ക് ആരും വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് എപ്പോ വേണേലും വരാം. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിനക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഞാനാണല്ലോ. അതിന് എന്നോട് പിണങ്ങിയിരിക്കുകയാണോ നീ? എനിക്കാരോടും പിണക്കം ഇല്ല മാളു. എന്നെയാ എല്ലാവരും ഒഴിവാക്കുകയും വിലക്കുകയും ചെയ്യുന്നത്. ഐ എം റിയലി സോറി അപ്പു. അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. ഏയ്, അതിനു വേണ്ടി ഇപ്പൊ നീ സോറി പറയൊന്നും വേണ്ട. എനിക്കിപ്പോ അതൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒന്നാലോചിച്ചാ നിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് ആവശ്യമായിരുന്നു. അത്രയ്ക്ക് ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് നീ കരുതും പോലെ മോശമായ രീതിയിലൊന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചുമ്മാ അങ്ങനെയാണ് എന്റെ മനസ്സെന്ന് നിന്നെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറച്ചു കാലം കൂടി വരട്ടുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം. നീയും ജോബിൻ ഡോക്ടറും നല്ല സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് കഴിയുന്നത് കണ്ടപ്പോ തോന്നിയ ഒരു കുഞ്ഞസൂയയും കുശുമ്പുമായിരുന്നു അതിന് പിന്നില്. പക്ഷെ അതിന്റെ പേരില് നീ ഇത്ര മാരകമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അത്രയ്ക്കൊന്നും നിന്നോട് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്കും തോന്നി. നിന്നൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും നേരിൽ കണ്ട് സംസാരിക്കാന്ന് വെച്ചു. ഓ, അപ്പൊ നേരിട്ട് കണ്ട് സോറി പറയാനാണോ നിന്റെ ഈ വിസിറ്റ്? ശരി, വരവ് വെച്ചിരിക്കുന്നു. നീ സോറി പറഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നോട് ഒരു പിണക്കവും ദേഷ്യമൊന്നും ഇല്ല മാളു. നിനക്ക് എന്നോട് അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമെങ്കിലും എനിക്കതിന് കഴിയില്ല. ഇപ്പോഴും നീ എന്റെ ബെസ്റ്റ് തന്നെയാ. അയ്യോ, ഇനി ബെസ്റ്റ് എന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചേക്കല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു അർത്ഥമേ അതിനുള്ളൂ. വാ, നമുക്ക് പുറത്തിരിക്കാം. പറ, പിന്നെന്തൊക്കെയാ വിശേഷം? ഞാനും ഡോക്ടറും എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. ഓ, പറഞ്ഞ പോലെ ഇന്നാണല്ലോ നിങ്ങളുടെ യാത്ര. മൈ ഗാഡ്, എന്ത് മറവി എനിക്ക്. കുറച്ചു മുമ്പ് പോലും അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. പക്ഷെ നിന്നെ കണ്ടപ്പോ അത് മറന്നു. എനിവേ, വിഷിംഗ് യു എ ഹാപ്പി ജേർണി ഡിയർ. പോയി പൊളിക്ക് രണ്ടാളും. എവിടെ ഡോക്ടർ? എവിടെ? താഴെയുണ്ട്, ആന്റിയായിട്ട് സംസാരിക്കുക. ആ, ഇരിക്ക. VP അങ്കിൾ എന്നെ കണ്ടിട്ട് മാളുവല്ലേന്ന് ചോദിച്ചു. ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ആരാന്ന് പറഞ്ഞു കൊടുത്തപ്പോ പെട്ടെന്ന് മനസ്സിലായി. VPക്ക് എല്ലാവരെയും എല്ലാം അറിയാമാണ്. മറന്നുപോയത്, അല്ലെങ്കിൽ ഇപ്പോഴും മറക്കാൻ ശ്രമിക്കുന്നത് അപ്പുനെ മാത്രം. അപ്പു എന്ന കഥാപാത്രം ഇപ്പൊ VPയുടെ ഓർമ്മയിലില്ല. അതിപ്പോ യഥാർത്ഥത്തിൽ മറന്നതാണോ അതോ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണോന്ന് എനിക്കിപ്പോഴും പിടിയില്ല. ഞങ്ങളോടും അപ്പു എന്ന പേരല്ല അങ്കിള് പറഞ്ഞത്, അപൂർവ എന്നാ. ഒരു ദിവസം കോളേജിൽ പോയിട്ട് അപൂർവ പിന്നെ തിരിച്ചു വന്നില്ലെന്ന്. അങ്ങനെയാണ് അങ്കിള് വിശ്വസിച്ചു വെച്ചിരിക്കുന്നതെന്നാ ഗീതാന്റി പറഞ്ഞത്. VPയുടെ മനസ്സിനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയാവും അമ്മ പിന്നെ അത് തിരുത്താൻ പോയിട്ടില്ല. ഞാനും വിചാരിച്ചു അപൂർവ അങ്ങനെ അങ്ങ് മറിഞ്ഞു പോയിക്കോട്ടെ എന്ന്. ഒരു ദിവസം നമ്മളന്ന് കോളേജിൽ നിന്ന് ഒളിച്ചു പോയതുപോലെ പാവ അപൂർവ ഒറ്റയ്ക്കങ്ങ് പോയി. ആ പോക്കി പിന്നെ അപൂർവ തിരിച്ചു വന്നിട്ടേ ഇല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. പക്ഷെ അപ്പു, അപൂർവയ്ക്ക് പകരം മടങ്ങി വന്ന അപ്പുവിനെ VP അങ്കിൾ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എന്നെങ്കിലും അപ്പുവിനെ VPക്ക് അംഗീകരിക്കേണ്ടി വരുമെന്നാ ഞാനും അമ്മയും പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും അപ്പുവിന് ജീവിക്കണമല്ലോ അപ്പുവായിട്ട് തന്നെ. നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇത് നിന്റെ ഹണിമൂൺ ട്രിപ്പാ, അത് മറക്കണ്ട. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ ഹാപ്പി ആവാൻ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല അപ്പോ. ഡോക്ടറിന്റെ മുന്നിൽ
ഞാനും ഹാപ്പിയാണെന്ന് അഭിനയിക്കുക. എന്താ അങ്ങനെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാളു? എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. വാ. എന്താ നിന്റെ പ്രശ്നം? പറ. യെസ്, ഐ ആം ഇൻ ട്രബിൾ. ഞാനൊരു കുരുക്കില്ല അപ്പു. കുരുക്കോ? എന്ത് കുരുക്ക്? പറ മാളു, എന്താ നിന്റെ പ്രശ്നം? ആ അരുൺ ഭാസ്കർ, അയാൾ എന്നെ വീണ്ടും ശല്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഓ, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? എടിയും അടിയെന്ന് എഴുതി കാണിച്ച കണ്ട വഴി ഓടുന്നവനാണ് നമ്മുടെ അരുൺ ഭാസ്കരനെന്ന് നിനക്കറിയാൻ വയ്യേ? അവനെ പോലുള്ള ഞാഞ്ഞൂല ടീംസിനെ നീ എന്തിനാ പേടിക്കുന്നേ? നിനക്ക് തെറ്റിയപ്പോ. നമ്മൾ വിചാരിക്കുന്ന ആളല്ല അവനിപ്പോ. അയാളിപ്പോ ശരിക്കും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ.